കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വൈശാഖ മാസം ആരംഭിക്കുകയാണ്. 2026 ഏപ്രിൽ 18, അതായത് നാളെ മുതൽ 2026 മെയ് മാസം 16-ാം തീയതി അന്ന് വരെയാണ് ഹൈന്ദവരുടെ പുണ്യമാസമായ വൈശാഖ മാസം. നമ്മൾ മലയാളികളാണ് ഇങ്ങനെയുള്ള മാസങ്ങൾക്കൊന്നും, നമ്മുടെ ഹൈന്ദവപരമായ പുണ്യമാസങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ, വേണ്ട അനുഷ്ഠാനങ്ങളും പൂജകളും ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ തിന്നും കുടിച്ചും രസിച്ചും എന്തിനോ വേണ്ടി ജീവിക്കുന്നത്. ഇനിയെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടായേ മതിയാകൂ. നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും മറ്റു പല തെറ്റായ പ്രവൃത്തികളിലൂടെയും മുമ്പോട്ട് പോകുന്നതിൻ്റെ കാരണം മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ അവരെ അതൊന്നും പഠിപ്പിക്കുന്നില്ല. അതിനു പകരം നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. അവർക്ക് വേണ്ട ഒരു തരത്തിലുള്ള ഉപദേശങ്ങളോ ഭഗവാന്റെ കഥകളോ നമ്മുടെ ധർമ്മമോ നമ്മുടെ സംസ്കാരമോ ഒന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത്. അതിന് ഈ സമൂഹത്തെ കുറ്റം പറഞ്ഞിട്ട്, ഭരണകർത്താക്കളെ കുറ്റം പറഞ്ഞിട്ട്, നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കളെ കുറ്റം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും അമ്മമാര്, മാതാപിതാക്കൾ നിർബന്ധമായും ഉണരുക തന്നെ ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് സംഭവിച്ചാൽ നമുക്ക് മാത്രമേ നഷ്ടമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തെപ്പറ്റി കൃത്യമായ ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് വൈശാഖ മാസം. അതുപോലെ മറ്റൊരു മാസമാണ് ദാമോദര മാസം, അതുപോലെ മണ്ഡലകാലം. ഇതൊക്കെ തന്നെ കൃത്യമായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നാമജപത്തോടു കൂടി ഇരുന്ന് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എങ്കിലേ കുട്ടികൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ വളരെ ചെറുപ്പകാലം മുതലേ ഇതൊന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ നമ്മളോട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തിരിച്ചു പറയുന്നത്. വളരെ ചെറുപ്പം മുതലേ അവരെ ഇത് ശീലിപ്പിച്ചിരുന്നെങ്കിൽ അവരൊരിക്കലും നമ്മളോട് തിരിച്ചു പറയില്ല. ശീലിപ്പിച്ച വീടുകളിലെ കുട്ടികളൊന്നും തിരിച്ചു പറയാറില്ല. നമ്മൾ ചെയ്യാഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്ന മാതാപിതാക്കൾ ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യുക. കുട്ടികൾ ചെയ്തില്ലെങ്കിലും അവരിത് കാണണം. കാലം അവരെ മാറ്റും. അതുകൊണ്ട് മാറ്റം ആദ്യം നമ്മളിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ വീട്ടിൽ 3 പേരുണ്ട്, ബാക്കി 2 പേരും എതിർക്കുകയാണ് എന്ന് കരുതി നമ്മൾ ചെയ്യാതിരിക്കരുത്. നമ്മൾ ചെയ്യണം. അവർ ചെയ്യാതിരുന്നോട്ടെ. കാലം, നമ്മൾ ഒരു 2-3 വർഷം സ്ഥിരമായി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ കാലം അവരെയും മാറ്റും. കാരണം നമ്മുടെ ധർമ്മത്തിന്, നമ്മുടെ സംസ്കാരത്തിന് അത്രത്തോളം ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ നിർബന്ധമായും നിങ്ങളെല്ലാവരും അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതം തുടങ്ങണം. അക്കാര്യത്തിൽ യാതൊരു മടിയും കാണിക്കരുത്. കഴിയുന്ന എല്ലാവരും തന്നെ ഇനിയുള്ള ആ 29 ദിവസങ്ങൾ, അതായത് ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയുള്ള ആ ഒരു മാസക്കാലം, അത്രയും കാലം നിങ്ങൾ പറ്റുന്ന എല്ലാവരും തന്നെ സസ്യഭക്ഷണം ശീലിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ അവർക്ക് നോൺ വെജ് വേണം എന്നവർ നിർബന്ധം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊള്ളുക. നിങ്ങൾ കഴിക്കണ്ട. അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ഈ വൈശാഖ മാസത്തിൽ ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന നാമം എല്ലാവരും തന്നെ 108 തവണ ഏറ്റവും കുറഞ്ഞത് ജപിക്കുക. അതുപോലെ കഴിയുന്ന എല്ലാവരും ഇനിയുള്ള ഒരു മാസക്കാലം
നോൺ വെജ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. രാവിലെ കുളിച്ച് വിളക്കു തെളിയിച്ച് നാമം ജപിച്ചതിനു ശേഷം ഭക്ഷണം കഴിക്കുക. നമ്മുടെ വീട്ടിൽ മറ്റ് അംഗങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ അവർക്ക് ഇതിനോടൊന്നും യാതൊരു താല്പര്യവും ഉണ്ടാവുകയില്ല. അവർ നോൺ വെജ് കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ടെ, നിങ്ങൾക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്തുകൊള്ളുക. തൽക്കാലം അവരോട് യുദ്ധത്തിനൊന്നും പോകണ്ട. കാലം അവരെയും മാറ്റിക്കൊള്ളും. സമാധാനമായി നമ്മൾ അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ ചെയ്ത് ശീലിക്കുക. ഇനി വരുന്ന തലമുറയെങ്കിലും അത് കണ്ട് ശീലിക്കട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകരമായ മാസമാണ് ഈ വൈശാഖ മാസം എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അതുപോലെ ഈ ഒരു മാസം മുഴുവനും ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന് ഏറ്റവും കുറഞ്ഞത് 108 തവണയെങ്കിലും ജപിക്കുക. എന്നിട്ട് നമ്മൾ നാളെ മുതൽ മാധവത്തിലൂടെ ഭഗവാന്റെ തിരു അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഭാഗം ഒരു മാസം കൊണ്ട് കഥാരൂപത്തിൽ പറയും. അപ്പം എല്ലാ ദിവസവും നിങ്ങൾ മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭാഗവതത്തിലെ കഥകൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ആ വീഡിയോയുടെ താഴെ ഇന്ന് ഞാൻ എത്ര തവണ ജപിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ഇടണം. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്തൊക്കെ ജപിക്കുക. 108 എന്നൊരു നിഷ്ഠ വെക്കണ്ട. എത്ര 108 തവണകൾ, മനസ്സിലായോ? അതായത് 16 മാല എന്ന് പറയുന്നത് 16 തവണ, അതായത് 108 തവണ വെച്ച് ജപിച്ച് അങ്ങനെ 16 തവണ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. എത്ര തവണ ജപിക്കാൻ സാധിക്കുന്നുവോ അത്രയും തവണ ജപിക്കുക. അങ്ങനെ കൃത്യമായി ഒരു മാസം ജപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ശരീരം ജപിക്കുവാൻ തുടങ്ങും. 100% നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ശ്രദ്ധയോടുകൂടി ജപിക്കുക. ഇവിടെ പ്രധാനമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, പീരീഡ്സ് ആയിപ്പോയി എന്തു ചെയ്യും? പീരീഡ്സ് ആയാലും നിങ്ങൾ ഈ ഒരു നിഷ്ഠയിൽ തന്നെ ഇരിക്കുക. വിളക്ക് തെളിയിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആഹാരപഥ്യം, രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. നമ്മുടെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കാമല്ലോ, അതിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെ നിരന്തരം ജപിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭക്ഷ്യപദാർത്ഥം, അത് പാലായിക്കോട്ടെ, പഞ്ചസാരയായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പച്ചക്കറി വർഗമായിക്കോട്ടെ, കിഴങ്ങ് വർഗമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ധാന്യമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പലഹാരമായിക്കോട്ടെ, ബേക്കറി പലഹാരങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ കുറേ നാളായി ഉപേക്ഷിക്കണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്, ഒരു മാസം ഉപയോഗിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് എനിക്ക് ദോഷമൊന്നും വരാനില്ല, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം. ചിലർ 5ഉം 6ഉം ചായയൊക്കെ കുടിക്കും. ഈ ഒരു മാസം ഞാൻ രാവിലെ ഒരു ചായ, വൈകുന്നേരം ഒരു ചായ, ഇങ്ങനെ 2 ചായ മാത്രമേ കുടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പാൽ ഉപേക്ഷിക്കുന്നു, പഞ്ചസാര ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ബേക്കറി പലഹാരങ്ങൾ ഉപേക്ഷിക്കുന്നു. ഒരു ചേച്ചി പറഞ്ഞു, ഞാൻ കപ്പയും ചേമ്പും ഉപേക്ഷിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് എന്തൊരു കാര്യം ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ടോ ആ ഒരു കാര്യം ഉപേക്ഷിക്കുക. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? ഒരു ത്യാഗം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നാളെ അതില്ലെങ്കിലും നമുക്ക് ജീവിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. ത്യജിക്കുവാൻ പഠിക്കുന്നതാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടായാലും അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നതിന് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ശക്തി നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓരോരുത്തരും എന്ത് സാധനമാണ് ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നത് അടുത്ത ഒരു മാസത്തിലേക്ക്, വൈശാഖ മാസത്തിലേക്ക്, ഭഗവാന് വേണ്ടി ഞാൻ ഈ കാര്യം ഉപേക്ഷിക്കുന്നു, ആ കാര്യവും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നാളെ മുതൽ എല്ലാ ദിവസവും മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് കഥകൾ കേൾക്കണം. അതുപോലെ തന്നെ എത്ര തവണ ജപിച്ചു എന്നുള്ളത് കൃത്യമായി നിങ്ങൾ ഈ ഒരു വീഡിയോ, അതായത് ഓരോ വീഡിയോയും ഞാനിടുന്ന അതാത് വീഡിയോകളുടെ താഴ്ഭാഗത്ത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം.
അതുപോലെ തന്നെ മാധവം എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുവരെ ജോയിൻ ചെയ്യാത്ത എല്ലാവരും ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യണം. തികച്ചും സൗജന്യമാണ്. യാതൊരു പണവും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടില്ല. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെയും ബ്രഹ്മമുഹൂർത്തം, അതുപോലെ തന്നെ ഉദയം, അസ്തമയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ അറിയാനായിട്ട് സാധിക്കും. ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാന്റെ കഥകൾ പറയുക, ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളുടെ മനസ്സിലേക്ക് ഭഗവാന്റെ കഥകൾ പറഞ്ഞ് അവരെ നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രേരിപ്പിക്കുക എന്നുള്ളതല്ല. പ്രചരിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക് ഒക്കെ തന്നെ ഈ കഥകൾ പറഞ്ഞു കൊടുക്കുക. പണ്ടുകാലത്ത് വീട്ടിൽ മുത്തശ്ശിമാരുണ്ട്. അവർ കൊച്ചുകുട്ടികളെ, പേരമക്കളെ വിളിച്ച് അടുത്തിരുത്തി സന്ധ്യയ്ക്ക് സന്ധ്യാനാമം ജപിക്കുകയും അവർക്ക് ഉണ്ണികൃഷ്ണൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് എത്ര മുത്തശ്ശിമാർ അങ്ങനെ ചെയ്യുന്നുണ്ട്? പല മുത്തശ്ശിമാർക്കും അറിയില്ല. തന്നെയുമല്ല, അവർക്ക് സമയവുമില്ല. അതുകൊണ്ടാണ് ഇന്ന് പല കുട്ടികളും സംസ്കാരശൂന്യരായി പോകുന്നത്. നിങ്ങളെങ്കിലും അതിനൊരു മാറ്റം കൊണ്ടുവരണം. നമ്മുടെ സംസ്കാരത്തെ പറ്റി പഠിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. അതാണ് പ്രചരിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റു മതത്തിൽപ്പെട്ട ആളുകളോട് പോയി നമ്മുടെ കഥകൾ പറയുകയും അവരെ നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ കുട്ടികൾ വഴി തെറ്റിപ്പോയാൽ അവിടെ നഷ്ടമുണ്ടാകുന്നത് നമുക്ക് മാത്രമാണ് എന്നോർക്കുക. അടുത്ത വീട്ടിൽ പലതും നടക്കും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ സംഭവിക്കുമ്പോഴേ നമുക്കതിൻ്റെ ദുഃഖം മനസ്സിലാവുകയുള്ളൂ. നമുക്ക് പല അഭിപ്രായങ്ങളും പറയാം പല കാര്യങ്ങളെപ്പറ്റി. പക്ഷേ നമ്മുടെ വീട്ടിൽ സംഭവിച്ചാലോ? അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക, കരുതലോടു കൂടിയിരിക്കുക. നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്ക് മാത്രമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അതിന് നമ്മുടെ സംസ്കാരത്തിൽ കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അത് ചെയ്യുക. അതിനുവേണ്ടി ആദ്യം നമ്മൾ നന്നാകണം. നമ്മൾ നാമം ജപിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ കഥകൾ പഠിക്കണം. എന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇനി വരുന്ന തലമുറ അവർ നല്ല കുഞ്ഞുങ്ങളായി ഈ ലോകത്തിന്, നമ്മുടെ ദേശത്തിന് അഭിമാനകരമായി മുമ്പോട്ട് പോവുകയുള്ളൂ. അക്കാര്യം നമ്മളാണ് ഓർക്കേണ്ടത്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നാളെ മുതൽ എല്ലാവരും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. അതുപോലെ തന്നെ കഴിയുന്ന എല്ലാവരും വ്രതനിഷ്ഠയോടുകൂടി തന്നെ ഇരിക്കുക. രാവിലെയും വൈകുന്നേരവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാധവം എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഗ്രൂപ്പിൽ ബ്രഹ്മമുഹൂർത്തം, ഉദയം, അസ്തമയം ഒക്കെ ഇടുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാവുന്നതാണ്. രാഹുകാലം ഇടുന്നുണ്ട്. ആ സമയത്ത് നാരങ്ങാ വിളക്ക് തെളിയിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള അനുഷ്ഠാനങ്ങളോടും കൂടി നിങ്ങൾക്ക് മുമ്പോട്ട് പോവുക. നമ്മുടെ പുണ്യമാസമാണ്. മറ്റു മതത്തിൽപ്പെട്ട ആളുകളെല്ലാവരും അവരുടെ പുണ്യമാസം വളരെ കൃത്യമായി ആചരിക്കാറുണ്ട്. പക്ഷേ നമുക്ക് മാത്രം എന്താണ് ഇതിനൊരു മടി? ഇനിയെങ്കിലും അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഹരേ കൃഷ്ണ.